ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഓൺലൈൻ ഓഫ്ലൈൻ ഷോപ്പിങ്ങിന് നമ്മളെ സഹായിക്കുന്ന ബജാജ് ഫിൻസർവിന്റെ EMI കാർഡ് എങ്ങനെ സ്വന്തമാക്കാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിലുള്ള മിക്ക ഷോപ്പുകളിലും ബജാജ് EMI കാർഡ് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു ഫോണോ അല്ലെങ്കിൽ ഒരു ടിവിയോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ മറ്റെന്തെങ്കിലും സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി കടകളിൽ പോവുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഈ കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അവിടുന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു കാർഡ് നമുക്ക് ഓൺലൈനായിട്ട് വളരെ എളുപ്പത്തിൽ സ്വന്തമാക്കാനായിട്ട് സാധിക്കും. അപ്ലൈ ചെയ്ത് ഏകദേശം 10 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഒരു കാർഡ് അപ്രൂവ് ആയിട്ട് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു കാർഡിന്റെ കംപ്ലീറ്റ് പ്രോസസ്സ് പേപ്പർലെസ് ആയിട്ടാണ് നടക്കുന്നത്. ഈ ഒരു കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ആ ഒരു ലിങ്ക് വഴി അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഈ ഒരു കാർഡിന് വേണ്ടി നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ തന്നിട്ടുള്ള ബജാജ് ഫിൻസർവിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി മാത്രം അപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് അധിക ചാർജ് വരാൻ സാധ്യതയുണ്ട്. ഈ ഒരു കാർഡിന് വേണ്ടി നിങ്ങൾ പേ ചെയ്യേണ്ടത് 530 രൂപയാണ് ഈ ഒരു കാർഡിന് വേണ്ടി വരുന്ന ചാർജ്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ബജാജ് EMI കാർഡ് സ്വന്തമാക്കുന്നത് എന്നുള്ള വീഡിയോയിലോട്ട് പോകാം. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. തുടർന്നുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനാബിൾ ചെയ്തു വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ബജാജ് ഫിനാൻസിൻ്റെ EMI കാർഡ് സ്വന്തമാക്കുന്നതിന് വേണ്ടി ബജാജ് ഫിനാൻസിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു ലിങ്കിൽ എൻ്റർ ചെയ്യുന്നതോടുകൂടെ നിങ്ങൾ ഈ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കും. ഇവിടെ മൊബൈൽ നമ്പർ എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ 10 മൊബൈൽ നമ്പർ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള ഡേറ്റ് ഓഫ് ബർത്ത് എന്നുള്ള കോളത്തിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള അപ്ലൈ നൗ എന്നുള്ള ഈ ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ജനറേറ്റിംഗ് യുവർ OTP. അതോടുകൂടെ നമ്മൾ കൊടുത്തുള്ള മൊബൈൽ നമ്പറിലേക്ക് നമുക്കൊരു OTP വന്നിട്ടുണ്ടാവും. ആ ഒരു OTP കോഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെയുള്ള സബ്മിറ്റ് OTP എന്നുള്ള ഈ ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. വെരിഫൈയിങ് യുവർ മൊബൈൽ നമ്പർ. അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള ഒന്നാമത്തേത് നമ്മുടെ ജെൻഡർ സെലക്ട് ചെയ്ത് കൊടുക്കണം. അവിടെ നമ്മൾ ജെൻഡർ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടുത്ത കോളത്തിൽ വരുന്നത് ഫുൾ നെയിം എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് നെയിം കറക്റ്റായിട്ട് നമ്മൾ അതുപോലെ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അടുത്ത കോളത്തിൽ വരുന്നത് പാൻ നമ്പർ എന്നുള്ളതാണ്. അവിടെ നമ്മുടെ പാൻ കാർഡ് നമ്പർ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനടുത്ത കോളത്തിൽ വരുന്നത് ഇമെയിൽ ID എന്നുള്ളതാണ്. ഇമെയിൽ ID ഓപ്ഷനിലാണ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടുത്ത കോളത്തിൽ വരുന്നത് പിൻകോഡ് എന്നുള്ളതാണ്. അവിടെ നമ്മുടെ പിൻകോഡ് നമ്പർ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇത്രയും ഡീറ്റെയിൽസ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ താഴെയുള്ള പ്രൊസീഡ് എന്നുള്ള ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതിൽ സ്റ്റാർ ഇട്ടുള്ള ഭാഗങ്ങളെല്ലാം മാൻഡേറ്ററി ആണ്, നിർബന്ധമായിട്ട് നമ്മൾ ഫില്ല് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഇമെയിൽ ID മാത്രം ഓപ്ഷനിലുള്ളൂ. അപ്പോൾ ബാക്കി എല്ലാ ഡീറ്റെയിൽസും എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം താഴെയുള്ള പ്രൊസീഡ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. വെരിഫൈയിങ് യുവർ ഡീറ്റെയിൽസ് ടു സെറ്റപ്പ് യുവർ അക്കൗണ്ട്. കൺഗ്രാജുലേഷൻസ്, യുവർ EMI കാർഡ് അപ്രൂവ്ഡ് ലിമിറ്റ് ഈസ് ₹50,000. അപ്പോൾ എനിക്കിവിടെ അപ്രൂവ്ഡ് ആയിട്ടുള്ള ലിമിറ്റ് 50,000 ആണ്. ഈ ലിമിറ്റ് ഓരോരുത്തർക്കും അവരുടെ ക്രെഡിറ്റ് സ്കോർ അനുസരിച്ച് വ്യത്യസ്തമായിട്ടുള്ള എമൗണ്ടുകളായിരിക്കും പാസ്സാകുന്നത്. ഇനി നമുക്ക് 2 സ്റ്റെപ്പും കൂടെ ചെയ്യാനുണ്ട്. അപ്പോൾ ഓൺലി 2 സ്റ്റെപ്സ് അവേ. അപ്പോൾ നമ്മൾ പ്രൊസീഡ് എന്നുള്ള ഈ ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഫെച്ചിങ് യുവർ KYC ഡീറ്റെയിൽസ്. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും. ആധാർ ഓഫ്ലൈൻ വെരിഫിക്കേഷൻ എന്ന്. അവിടെ നമ്മുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ് ഒന്നാമത്തെ കോളത്തിലുള്ളത്. എൻ്റെ ആധാർ നമ്പർ എന്നുള്ള ആ ഒരു കോളത്തിൽ നമ്മുടെ ആധാർ നമ്പർ കംപ്ലീറ്റ് ആയിട്ടൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എൻ്റർ സെക്യൂരിറ്റി കോഡ് എന്നുള്ള കോളത്തിൽ അതിന് നേരെ കൊടുത്തുള്ള ആ ഒരു കോഡ് നമ്പർ നമ്മൾ അതുപോലെ തന്നെ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള സെൻഡ് OTP എന്നുള്ള ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതോടുകൂടെ നമ്മുടെ മൊബൈലിലേക്ക് നമുക്കൊരു OTP വരുന്നതായിരിക്കും. എൻ്റർ OTP ആ ഒരു കോളത്തിൽ നമ്മുടെ മൊബൈലിലേക്ക് SMS ആയി വന്നുള്ള ഒരു OTP കോഡ് നമ്മൾ അവിടെ നിന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെയുള്ള സബ്മിറ്റ് എന്നുള്ള ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതോടുകൂടി നമ്മുടെ ആധാർ ഡീറ്റെയിൽസ് ഇവിടെ ഫെച്ചായി വന്നിട്ടുണ്ടായിരിക്കും. അവിടെ നമ്മുടെ ആധാർ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കാണാവുന്നതാണ്. ആധാർ കാർഡിലുള്ള ഫോട്ടോ, നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, അഡ്രസ്സ് തുടങ്ങി നമ്മുടെ ആധാർ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് അവിടുന്ന് കാണാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ഹലോ, പ്ലീസ് കൺഫേം യുവർ കറണ്ട് അഡ്രസ് ഡീറ്റെയിൽസ്. അതിന് താഴെയായിട്ട് നമ്മുടെ നെയിം, അഡ്രസ്സ്, ഡീറ്റെയിൽസ് തുടങ്ങിയതെല്ലാം നമുക്ക് അവിടെ കാണാം. അപ്പോൾ അത് നമ്മൾ കൺഫേം ചെയ്ത് കൊടുക്കാനാണ്. അവിടെ നമ്മൾ ആ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് വെരിഫൈ ചെയ്യുക. അതിനുശേഷം ഇവിടെ താഴെയുള്ള പ്രൊസീഡ് എന്നുള്ള ഈ ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. വെരിഫൈയിങ് യുവർ KYC ഡീറ്റെയിൽസ്. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും. നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു കാർഡ് എടുക്കുന്നതിന് വേണ്ടി നമ്മളൊരു എമൗണ്ട് പേ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഈ കാർഡിന് വേണ്ട എമൗണ്ട് പേ ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ കാർഡിന് വരുന്ന ചാർജ് എന്ന് പറയുന്നത് ₹530 എന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കാർഡിന് കൊടുക്കേണ്ട എമൗണ്ട് 530 രൂപ മാത്രമാണ്. അതിൽ കൂടുതലുള്ള എമൗണ്ട് പേ ചെയ്യേണ്ടതില്ല. പേ ചെയ്യുന്നതിന് വേണ്ടി പേ നൗ എന്നുള്ള ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. റീഡയറക്റ്റിംഗ് യു ടു ദി പേയ്മെൻറ്റ് ഗേറ്റ്വേ. ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും. സെലക്ട് പേയ്മെൻറ്റ് മെത്തേഡ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പേ ചെയ്യേണ്ട മെത്തേഡ് അവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അവിടുന്ന് അതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. UPI, നെറ്റ് ബാങ്കിങ്, വാലറ്റ്, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് എന്നിങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് മെത്തേഡ് വഴിയാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളത് മെത്തേഡ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ടാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡെബിറ്റ് കാർഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ പേ നൗ എന്നുള്ള ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും. ഇവിടെ നമ്മൾ ഈ പേയ്മെൻറ്റ് നടത്തുന്നതിന് വേണ്ടി നമ്മുടെ ഡെബിറ്റ് കാർഡ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കണം. കാർഡ് നമ്പർ എന്നുള്ള ഭാഗത്ത് നമ്മുടെ കാർഡ് നമ്പർ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കാർഡിൻ്റെ എക്സ്പയറി ഡേറ്റ് അതിന് താഴെയുള്ള കോളത്തിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക.
അതിനടുത്ത കോളത്തിൽ CVV നമ്പർ എന്നുള്ളതാണ്. അതിൽ നമ്മുടെ ATM കാർഡിൻ്റെ പുറകിലുള്ള CVV കോഡ് കൂടെ നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇത്രയും ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തതിന് ശേഷം ഇവിടെ താഴെയുള്ള മേക്ക് പേയ്മെൻറ്റ് എന്നുള്ള ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതോടുകൂടെ നമ്മുടെ രജിസ്റ്റർ ചെയ്ത മൊബൈലിലേക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തുള്ള മൊബൈൽ നമ്പറിലേക്ക് നമുക്കൊരു OTP കോഡ് വന്നിട്ടുണ്ടായിരിക്കും. എൻ്റർ OTP എന്നുള്ള ഭാഗത്ത് നമ്മുടെ മൊബൈലിലേക്ക് SMS ആയി വന്നുള്ള ഒരു OTP കോഡ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെയുള്ള സബ്മിറ്റ് എന്നുള്ള ഈ ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പേയ്മെൻറ്റ് സക്സസ്ഫുൾ. യു ഹാവ് സക്സസ്ഫുള്ളി മെയ്ഡ് ദ പേയ്മെൻറ്റ് ഓഫ് ₹530 ടുവേർഡ്സ് യുവർ ജോയിനിങ് ഫീ. അപ്പോൾ നമ്മൾ ജോയിനിങ് ഫീ ആയിട്ടുള്ള 530 രൂപ നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് പേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പാണ്, അതായത് നമ്മുടെ കാർഡ് ആക്ടിവേഷൻ ചെയ്യുന്നതാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ നമ്മുടെ കാർഡ് ആക്ടിവേഷൻ ചെയ്യുന്നതിനായിട്ട് ആക്ടിവേറ്റ് നൗ എന്നുള്ളൊരു ബട്ടൺ നമുക്കിവിടെ കാണാം. അതിന് താഴെയായിട്ട് വ്യൂ കാർഡ് എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് വ്യൂ കാർഡ് എന്നുള്ള ഈ ഓപ്ഷനിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് വ്യൂ കാർഡ് എന്നുള്ള ഓപ്ഷൻ എൻ്റർ ചെയ്യുന്നതോട് കൂടെ ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ കാർഡ് എങ്ങനെയാണ് കാണാൻ പറ്റുന്നത് എന്നുള്ളതാണ് അവിടെ കൊടുത്തുള്ളത്. അപ്പോൾ അതിൽ എൻ്റർ ചെയ്യുന്നതോട് കൂടെ നമുക്ക് ആപ്പ് സ്റ്റോറിലേക്ക് അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിലേക്ക് പോകും. അവിടെ നിന്ന് നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മുടെ മൊബൈൽ നമ്പർ നൽകി OTP കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ കാർഡ് വ്യൂ ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ നമ്മൾ ഗോട്ട് ഇറ്റ് എന്നുള്ള ഈ ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഈ ഒരു പേജിലോട്ടായിരിക്കും നമ്മൾ വന്നിട്ടുണ്ടായിരിക്കുക. അവിടെ നിന്ന് ഇൻസ്റ്റാൾ എന്നുള്ളതിൽ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കും. ശേഷം നമ്മൾ ആ വിൻഡോ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. വീണ്ടും നമ്മൾ ഈ ഒരു പേജിലോട്ട് തന്നെ വന്നിട്ടുണ്ടായിരിക്കും. ശേഷം നമുക്ക് നമ്മുടെ കാർഡ് ആക്ടിവേഷൻ ചെയ്യണം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ആക്ടിവേറ്റ് നൗ എന്നുള്ള ഈ ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ഇവിടെ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കാനാണ്. നമ്മുടെ കാർഡ് ആക്ടിവേഷൻ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഇ-മാൻഡേറ്റ് രജിസ്റ്റർ ചെയ്യണം. നമ്മുടെ EMI കട്ട് ചെയ്യേണ്ട ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് നൽകിക്കൊണ്ട് നമ്മൾ ഈ ഒരു ഇ-മാൻഡേറ്റ് രജിസ്റ്റർ ചെയ്യണം. അതായത് നമ്മുടെ ഈ ഒരു EMI കാർഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ചതിൻ്റെ EMI കട്ട് ചെയ്യേണ്ടത് ഏത് ബാങ്കിൽ നിന്നാണോ ആ ഒരു ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് ആണ് അവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ എന്നുള്ളതാണ് ഒന്നാമത്തെ കോളത്തിൽ. അവിടെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം അടുത്ത കോളത്തിൽ വരുന്നത് IFSC എന്നുള്ളതാണ്. അവിടെ നമ്മുടെ ബാങ്കിൻ്റെ IFSC കോഡ് കൂടെ കറക്റ്റായിട്ട് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെയുള്ള സബ്മിറ്റ് എന്നുള്ള ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കും. അവിടെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, നെയിം, മൊബൈൽ നമ്പർ, അതുപോലെ ബാങ്ക് ഡീറ്റെയിൽസ്, അക്കൗണ്ട് നമ്പർ, IFSC കോഡ്, ബ്രാഞ്ച് തുടങ്ങിയ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അവിടുന്ന് കാണാം. ശേഷം അവിടുന്ന് താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവിടെ താഴെയായിട്ട് മോഡ് ഓഫ് രജിസ്ട്രേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിൽ ഇൻ്റർനെറ്റ് ബാങ്കിങ്, ഡെബിറ്റ് കാർഡ് എന്നിങ്ങനെ 2 ഓപ്ഷൻസ് ഉണ്ട്. അതായത് നമ്മുടെ ഇ-മാൻഡേറ്റ് രജിസ്റ്റർ ചെയ്യേണ്ട മോഡ് നമ്മൾ അതിൽ നിന്നൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഞാനിവിടെ രജിസ്റ്റർ ചെയ്യാനായിട്ട് പോകുന്നത് ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചാണ്. അപ്പോൾ നമ്മൾ ഡെബിറ്റ് കാർഡ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെ സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും. ഇവിടെ മാൻഡേറ്റ് ഡീറ്റെയിൽസ് എന്നുള്ളതിൽ മാക്സിമം എമൗണ്ട്, ഡെബിറ്റ് ഫ്രീക്വൻസി, പർപ്പസ്, സ്റ്റാർട്ട് ഡേറ്റ്, എൻഡ് ഡേറ്റ് തുടങ്ങിയ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കാണാം. ഇവിടെ മാക്സിമം എമൗണ്ട് എന്നുള്ളതിൽ വന്നിട്ടുള്ളത് 25,000 ആണ്. അപ്പോൾ ഇത് മിക്ക ആളുകൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാം, നമ്മൾ ഈ 25,000 പേ ചെയ്യാനുള്ളതാണെന്ന്. ഒരിക്കലും അല്ല, നമ്മൾ ഈ ഒരു എമൗണ്ട് പേ ചെയ്യുന്നില്ല. നമ്മുടെ ഈ ഒരു EMI കാർഡിലേക്ക് EMI ആയിട്ട് കട്ട് ചെയ്യാവുന്ന മാക്സിമം എമൗണ്ട് ആണ് 25,000 എന്നുള്ളത്. അതിന് താഴെയായിട്ട് നമ്മുടെ ബാങ്ക് നെയിം, ബാങ്ക് അക്കൗണ്ട് നമ്പർ, അക്കൗണ്ട് ടൈപ്പ്, കസ്റ്റമർ നെയിം, വെരിഫൈ യൂസിങ് എന്നുള്ളതിൽ നമ്മൾ ഏത് മെത്തേഡ് വഴിയാണ് വെരിഫൈ ചെയ്യുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അവിടുന്ന് കാണാം. അതിനുശേഷം ഒന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അവിടെ താഴെയുള്ള ചെക്ക് ബോക്സിൽ ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അവിടെ താഴെയുള്ള സബ്മിറ്റ് എന്നുള്ള ഈ ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം ഇതുപോലെ ഒരു ഡയലോഗ് ബോക്സ് വരുന്നതാണ്, അത് ഓക്കെ എന്നുള്ളതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അവിടെ താഴെയുള്ള നമ്മുടെ മാൻഡേറ്റ് ഡീറ്റെയിൽസ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടൊന്ന് കാണാവുന്നതാണ്. അത് കംപ്ലീറ്റ് നമ്മളൊന്ന് വെരിഫൈ ചെയ്ത് നോക്കുക. അതിനുശേഷം അവിടെ താഴെ നമ്മുടെ ഡെബിറ്റ് കാർഡ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തെടുക്കാനുള്ള ഒരു ഭാഗമുണ്ട്. അവിടെ നമ്മുടെ ഡെബിറ്റ് കാർഡ് ഡീറ്റെയിൽസ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. കാർഡ് നമ്പർ, എക്സ്പയറി ഡേറ്റ്, CVV നമ്പർ തുടങ്ങിയ ഡീറ്റെയിൽസ് എല്ലാം നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെയുള്ള കണ്ടിന്യൂ എന്നുള്ള ഈ ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ വീണ്ടും ഇതുപോലെ ഒരു സ്ക്രീനിൽ വന്നിട്ടുണ്ടായിരിക്കും, കൈൻഡ്ലി റീഡ് ദ ഡിസ്ക്ലെയിമർ ആൻഡ് പ്രൊസീഡ്. ഓക്കെ എന്നുള്ളതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതോടുകൂടെ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് നമുക്കൊരു OTP കോഡ് വന്നിട്ടുണ്ടായിരിക്കും. OTP എന്നുള്ള ഭാഗത്ത് നമ്മുടെ മൊബൈലിലേക്ക് വന്നുള്ള ഒരു OTP കോഡ് നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെയുള്ള വെരിഫൈ എന്നുള്ള ഈ ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ നൽകിയ ഒരു OTP കോഡ് വെരിഫൈ ചെയ്ത് അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും ഓപ്പണായി വന്നിട്ടുണ്ടായിരിക്കുക. ഈ മാൻഡേറ്റ് രജിസ്ട്രേഷൻ ഈസ് സക്സസ്ഫുൾ. അപ്പോൾ ഇതോടുകൂടി ബജാജ് ഫിനാൻസ് ഇൻസ്റ്റ EMI കാർഡ് നമ്മൾ ആക്ടിവേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഈ ഒരു കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ഓൺലൈൻ, ഓഫ്ലൈൻ പർച്ചേസുകളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അതിൽ നമ്മുടെ മൊബൈൽ നമ്പർ നൽകി കഴിഞ്ഞ് ലോഗിൻ ചെയ്തുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ബജാജ് ഫിനാൻസ് ഇൻസ്റ്റ EMI കാർഡ് സ്വന്തമാക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കൂടെ ഉപകാരപ്പെടുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.